എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ഈ അടുത്തായിട്ട് നമ്മുടെ കേരള പോലീസും എക്സൈസ് വകുപ്പും ഡ്രഗ് അബ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ഒരുപാട് ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ഒഫൻസസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പണിഷ്മെന്റ്സിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കി വന്നാലോ. പ്രധാനമായിട്ടും ഇത്തരം ഒഫൻസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നത് NDPS ആക്ട് പ്രകാരമായിരിക്കും. ഇത്തരത്തിലുള്ള ഒഫൻസസിൽ പണിഷ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത് കയ്യിലുള്ള ഡ്രഗ്സിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചായിരിക്കും. ഈ ക്വാണ്ടിറ്റി അനുസരിച്ച് സ്മോൾ ക്വാണ്ടിറ്റി, ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി, കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി ഒഫൻസസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട സെക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ 21 and 22 പ്രകാരം നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെ ഉൽപാദനവും അത് കൈവശം വെക്കുന്നതും വിൽക്കുന്നതും വാങ്ങുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ 6 വർഷം വരെ കഠിന തടവ് കിട്ടാവുന്ന കുറ്റവും അല്ലെങ്കിൽ 10,000 രൂപ വരെ ഫൈൻ കിട്ടാവുന്ന കുറ്റവും അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കിട്ടാവുന്ന കുറ്റവുമാണ്. ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി ആണ് ഉള്ളതെങ്കിൽ 10 വർഷം വരെ കഠിന തടവ് കിട്ടാവുന്ന കുറ്റവും അതോടൊപ്പം തന്നെ 1,00,000 രൂപ വരെ ഫൈൻ കിട്ടാവുന്ന കുറ്റവുമാണ്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് ഡ്രഗ്സ് ആണ് കയ്യിലുള്ളതെങ്കിൽ ഇത്തരം ഒഫൻസസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 മുതൽ 20 വർഷം വരെ കഠിന തടവും അതോടൊപ്പം 1,00,000 മുതൽ 2,00,000 രൂപ വരെയുള്ള പിഴയുമായിരിക്കും പണിഷ്മെന്റ്. ഇത് കൂടാതെ ഈ ആക്ടിൽ പറയുന്ന ഒഫൻസസ് റിപ്പീറ്റഡ് ആയിട്ട് കമ്മിറ്റ് ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന പണിഷ്മെന്റ്സിന്റെ 1.5 ഇരട്ടി മുതൽ ഡെത്ത് പെനാൽറ്റി വരെ കിട്ടാനുള്ള വകുപ്പുകൾ ഈ ആക്ടിലുണ്ട്. ഈ ആക്ടിന് കീഴിൽ വരുന്ന എല്ലാ ഒഫൻസസും സെക്ഷൻ 37 ക്ലോസ് 1 പ്രകാരം കോഗ്നൈസബിൾ ആണ്, പോലീസിന് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, അതോടൊപ്പം നോൺ വെയിലബിളുമാണ്, ജാമ്യമില്ലാ വകുപ്പുമാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് പ്ലീസ് ടു ഫോളോ ദിസ് പേജ്.